എല്ലാവർക്കും നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റിസർവ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസർവ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം എന്താണ് റിസർവ് എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ലൈബിലിറ്റി റിഡംഷൻ ചെയ്യുന്നതിന് വേണ്ടി, തീർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയോ നമ്മൾ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് മാറ്റിവയ്ക്കുന്ന പൈസയാണ് ഇതെന്ന് പറയുന്നത് റിസർവ്. സോ നമുക്ക് പറയാം റിസർവ് ഈസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അക്കോർഡിംഗ് ടു കാർട്ടറിൻ്റെ അഭിപ്രായത്തിലുള്ള സെൻറ്റൻസ് ആണ് ഇതാ നമ്മൾ ബോർഡിൽ കാണുന്നത്. ബട്ട് അത് 100% കറക്റ്റ് അല്ല. എന്താണ് റിസർവ് എന്ന് പറഞ്ഞ കാർട്ടർ പറയുന്നു, റിസർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പേഴ്സണലി ആ സെൻറ്റൻസിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം എന്താണെന്നോ, പ്രൊവിഷൻ എന്ന് പറഞ്ഞാലാണ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. റിസർവും പ്രൊവിഷനും ഒന്നല്ല. പ്രോഫിറ്റിന്മേൽ ചാർജ് ചെയ്യുന്നതിനെ പ്രൊവിഷൻ എന്നും പ്രോഫിറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനെ റിസർവ് എന്നും പറയും. അപ്പം റിസർവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്റൻസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. നിങ്ങൾ കൃത്യമായി അത് തന്നെ പഠിക്കണം. എന്നാൽ നമ്മുടെ കാർട്ടറിൻ്റെ ടെസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർട്ടർ പറയുന്നു റിസർവ് എന്ന് പറഞ്ഞാൽ ദ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ബിഫോർ അറൈവിങ് അറ്റ് ദ നെറ്റ് പ്രോഫിറ്റ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ പ്രോഫിറ്റാണ് നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റിസർവ് എന്നാണ് ആര് പറയുന്നത്? കാർട്ടർ പറയുന്നത്. അതായത് ഭാവിയിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസുകൾ, ലൈബിലിറ്റി, ബാധ്യത, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, തീർക്കുന്നതിന് വേണ്ടി ലാഭം, നെറ്റ് പ്രോഫിറ്റ് എത്തുന്നതിന് മുമ്പ് ചാർജ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് റിസർവ് എന്ന് കാർട്ടർ പറയുന്നു. ബട്ട് യഥാർത്ഥത്തിൽ റിസർവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഈ സെൻറ്റൻസ് ആണ് നിങ്ങൾ 100% കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താണ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇത്രയേ ഉള്ളൂ, ലാഭമുണ്ടെങ്കിൽ മാത്രമേ റിസർവ് ഉള്ളൂ. എന്നാൽ നഷ്ടമാണെങ്കിൽ പോലും എന്തുണ്ട്? പ്രൊവിഷൻ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു കൺസെപ്റ്റ് പറയാം. ഇപ്പം എനിക്ക് ഒരു മാസം 50,000 രൂപ ഇൻകം ഉണ്ട്. ഞാൻ അതിൽ നിന്ന് എല്ലാ മാസവും ഒരു 10,000 റുപ്പീസ് മാറ്റിവെക്കും. ഒരു പർപ്പസ് ഒന്നുമില്ല. 10,000 രൂപ ഞാൻ എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുന്നു. ഇത് റിസർവാണ്. എന്നാൽ ഞാനൊരു ഹോം ലോൺ എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ മാസവും അതിനൊരു 8,000 രൂപ വെച്ച് എന്ത് ചെയ്യണം? എമൗണ്ട് അടയ്ക്കണം, ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം. എനിക്ക് ഒരു മാസം ലാഭമൊന്നും കിട്ടിയില്ല, ഇൻകം ഒന്നും ഇല്ല എന്നും പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അടച്ചല്ലേ പറ്റൂ. കടം വാങ്ങിയെങ്കിലും ആ പൈസ ഞാൻ അടച്ചേ പറ്റൂ. അത് പ്രൊവിഷനാണ്. മനസ്സിലായില്ലേ? അപ്പം ലാഭത്തിൽ നിന്ന് മാത്രം മാറ്റിവെക്കുന്നതാണ് റിസർവ്. എന്നാൽ നഷ്ടമാണെങ്കിൽ പോലും ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രൊവിഷൻ. അപ്പോൾ പ്രൊവിഷനെയാണ് നമ്മൾ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കാരണം പ്രൊവിഷൻ വരുമ്പോൾ പ്രോഫിറ്റ് കുറയാം, അല്ലെങ്കിൽ നഷ്ടം പോലും നമുക്കവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ റിസർവ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോഫിറ്റ്. റിസർവ് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് കാർട്ടർ തന്നേക്കുന്ന സെൻറ്റൻസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. എന്നാൽ മക്കളെ പഠിക്കേണ്ടത് റിസർവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ലാഭത്തിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് റിസർവ്. ഓക്കെ. ഇനി റിസർവിന് എക്സാമ്പിൾ ചോദിച്ചാൽ ബാഡ് ഡെപ്റ്റ് റിസർവ്, റിസർവ് ഫോർ ഡിസ്കൗണ്ട്, റിസർവ് ഫോർ ഓഡിറ്റ് ഫീ, ഇതൊക്കെ നമുക്ക് പറയാം. അടുത്ത സെന്റൻസ് നോക്കിയേ. റിസർവ് മീൻസ് എ സെറ്റ്, ഒരു ഭാഗം, എപ്പാർട്ട് ഫ്രം പ്രോഫിറ്റ് ടു ദ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. കണ്ടോ? അപ്രോപ്രിയേഷൻ, ഇതാണ് കറക്റ്റ് ടേം എന്ന് പറയുന്നത്. ലാഭത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്ന, അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന, ആ ലാഭത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെക്കുന്നോ അതിനനുസരിച്ചുള്ളതിനാണ് നമ്മൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പം റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപ്രോപ്രിയേഷനാണ്. ലാഭത്തിനനുസരിച്ച് മാത്രമേ അതുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് കറക്റ്റ് വാക്ക്. റിസർവ് മീൻസ് സെറ്റ് എപ്പാർട്ട് ഫ്രം പ്രോഫിറ്റ് ഓർ ദി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താ അടുത്ത സെന്റൻസ് പറയുന്നത്? റിസർവ് ഈസ് എ സം സെറ്റ് അസൈഡ് ഫോർ ആൻ അൺനോൺ ലൈബിലിറ്റി. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനദർ ടേം, അൺനോൺ ലൈബിലിറ്റി. അറിയാവുന്ന ഒരു ലൈബിലിറ്റിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പൈസ അല്ല, അത് പ്രൊവിഷൻ. നേരത്തെ പറഞ്ഞു, ഹോം ലോൺ എടുത്തു, അതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വേണ്ടി പൈസ മാറ്റി വെച്ചു. എന്താ? പ്രൊവിഷൻ. ഡിപ്രീസിയേഷൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അതിന് കുറച്ച് പൈസ മാറ്റി വെച്ചു. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. മനസ്സിലായില്ലേ? എന്നാൽ അറിഞ്ഞുകൂടാത്ത ഒരു ലൈബിലിറ്റിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇത് റിസർവ്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം. അൺനോൺ ലൈബിലിറ്റിക്ക് വേണ്ടിയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അടുത്തത് റിസർവ് ഏതിൽ നിന്ന് മാത്രമേ ക്രിയേറ്റ് ചെയ്യൂ? പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ റിസർവ്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? റിസർവ് ഇല്ല. എന്നാൽ പ്രൊവിഷൻ എന്താണ്? ലോസ് ആണെങ്കിൽ പോലും അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ആൻഡ് പ്രൊവിഷൻ. അതാണ് റിസർവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഏതിരിക്കുന്നത്? റിസർവ്. സോ റിസർവ്സ് കനോട്ട് ബി ക്രിയേറ്റഡ് അൺലെസ് there is a profit. ലാഭമില്ലെങ്കിൽ റിസർവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, then reserves are created with the intention of stabilizing financial position. Another important term. നമ്മുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സ്റ്റെബിലൈസ് ചെയ്യാൻ, സ്ഥിരത ഉള്ളതാക്കാൻ വേണ്ടിയാണ് ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്? റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു സ്ഥിരത ഉണ്ടാവണം. കിട്ടുന്ന ലാഭം മുഴുവൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങ് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് പൈസ കാണത്തില്ല. അപ്പൊ പിന്നീട് ഒരു മാസം ഡിവിഡൻഡ് കൊടുക്കുന്നത് കൂടുതലായിരിക്കും, അടുത്ത മാസം ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറവായിരിക്കും, അങ്ങനെ ആയിപ്പോവാം. അതുണ്ടാവരുത്. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിലും അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനിലും ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ റിസർവ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടായാൽ അത് മീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, the basic purpose of creating reserve is to provide unexpected losses or contingencies in future. റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ്, പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസസ്, പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന ലോസുകൾ, കണ്ടിജൻസി. എന്താ കണ്ടിജൻസി? നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില സംഭവങ്ങൾ. ഇതൊക്കെ ഉണ്ടായാൽ, അത് ഫ്യൂച്ചറിൽ ഉണ്ടായാൽ അത് നേരിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന? ക്രിയേറ്റ് ചെയ്യുന്നതാണ് റിസർവ്. അതാണ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിസർവ്സ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. റിസർവ് കാണിക്കുന്നത് എവിടെയാ? ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് റിസർവ് കാണിക്കുന്നത്. നമുക്ക് ഡൗട്ട് വരും, എന്തിനാണ് സാറേ അങ്ങനെ ലൈബിലിറ്റി സൈഡ് കാണിക്കുന്നത്? ലാഭത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതല്ലേ, നമുക്ക് അസറ്റ് അല്ലേ എന്നൊരു ഡൗട്ട് നമ്മുടെ മനസ്സിൽ വരാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ബിസിനസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ ലാഭം കിട്ടി. അതിൽ നിന്ന് അവരൊരു 20,000 രൂപ റിസർവായിട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇതാണല്ലോ റിസർവ്. ഇനി ഈ 20,000 രൂപ ആർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്? സ്ഥാപനത്തിലെ ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ്. അവർക്ക് കിട്ടിയ ലാഭത്തിൽ നിന്നാണ് മാറ്റിവെച്ചത്. എപ്പോൾ വേണമെങ്കിലും ഈ 20,000 രൂപ അവർക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ആയിട്ട് വീതിക്കാം. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് ഇയറിൽ എന്ത് കിട്ടിയില്ല, ലാഭം കുറവാണ്, വേണമെങ്കിൽ ഈ 20,000 രൂപ കൂടെ ചേർത്ത് എന്ത് ചെയ്യാം? വീതിക്കാം. അപ്പൊ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പൊ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? ലൈബിലിറ്റിയാണ്. ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. നമ്മൾ ബിസിനസിന്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ അത് ലൈബിലിറ്റിയാണ്. സോ റിസർവ് ഈസ് ഷോൺ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. റിസർവിനെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. റവന്യൂ റിസർവ് എന്നും ക്യാപിറ്റൽ റിസർവ് എന്നും. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. റിസർവ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2, റവന്യൂ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ്. എന്താണ് റവന്യൂ റിസർവ്? മക്കളെ ഇത്രയേ ഉള്ളൂ. റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന റിസർവിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ റിസർവ്. റവന്യൂ റിസർവ്, ദാറ്റ് മീൻസ് എ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ റവന്യൂ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. എന്താണ് റവന്യൂ പ്രോഫിറ്റ്? ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് 2 തരമുണ്ട്. ക്യാപിറ്റൽ പ്രോഫിറ്റും ഉണ്ട്, റവന്യൂ പ്രോഫിറ്റും ഉണ്ട്. ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സിലൂടെ, യൂഷ്വൽ ആക്ടിവിറ്റിയിലൂടെ ഒരു ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ പ്രോഫിറ്റ്. ഒരു ബിസിനസിന്റെ യൂഷ്വൽ ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് റവന്യൂ പ്രോഫിറ്റ്. എന്താണ് മക്കളെ യൂഷ്വൽ ആക്ടിവിറ്റി? ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു സ്ഥാപനം നടത്തുന്നു, ഗുഡ്സ് വിറ്റു, ലാഭം കിട്ടി, അതെന്റെ യൂഷ്വൽ ആക്ടിവിറ്റി അല്ലേ? അപ്പൊ ആ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേര് റവന്യൂ പ്രോഫിറ്റ്. ആ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ പൈസ മാറ്റി വെച്ചാൽ അത് റവന്യൂ റിസർവ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ താമസിക്കുന്ന വീട്, ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എനിക്ക് 25 ലക്ഷം രൂപ ചിലവാക്കിയാണ് ഞാനത് വെച്ചത്. ഞാനത് ഒരു 28 ലക്ഷം രൂപയായിട്ട് വിറ്റു. അപ്പൊ എനിക്ക് 3 ലക്ഷം രൂപ ലാഭം കിട്ടിയില്ലേ? ആ 3 ലക്ഷത്തിന് വിളിക്കുന്ന പേരെന്താ മക്കളെ? റവന്യൂ റിസർവ് അല്ല, അത് ക്യാപിറ്റൽ റിസർവ് ആണ്. കാരണം എന്താണെന്നാ? അതെന്റെ യൂഷ്വൽ ആക്ടിവിറ്റി ആണ്. യൂഷ്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റൊട്ടീൻ നേച്ചറിൽ വരണം. വീണ്ടും വീണ്ടും സംഭവിക്കുന്നതിനെ മാത്രമേ നമുക്ക് യൂഷ്വൽ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഞാൻ താമസിക്കുന്ന വീട് ഞാൻ വിൽക്കാൻ വേണ്ടി വെച്ചതല്ല, താമസിക്കാൻ വേണ്ടി വെച്ചതാ. എന്നാൽ ഞാനത് വിറ്റപ്പോൾ എനിക്കൊരു 3 ലക്ഷം രൂപ ലാഭം കിട്ടി. അതിന് വിളിക്കുന്ന പേര് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ്. അതൊരു ഇൻസിഡന്റ് ആക്ടിവിറ്റിയാണ്, യൂഷ്വൽ ആയിട്ട് ഉണ്ടാവുന്നതല്ല, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, എൻ്റെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് ഞാൻ എന്ത് ചെയ്തു? 10,000 രൂപയ്ക്ക് മേടിച്ചതാണ്, 10,500 ആയിട്ട് വിറ്റു.
ഞാൻ വിൽക്കാൻ വേണ്ടി മേടിച്ചതല്ല. അപ്പോൾ 500 എനിക്ക് അധികം ലാഭം കിട്ടി. അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളാണ്. ഞാൻ വീട് വയ്ക്കുന്നു, വിൽക്കുന്നു, വീണ്ടും വീട് വയ്ക്കുന്നു, വിൽക്കുന്നു. ഇതാണ് എൻ്റെ ജോലി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീട് വെച്ച് അത് വിറ്റപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടി. അത് ഏത് റിസർവ്? ക്യാപിറ്റൽ റിസർവ് അല്ല, റവന്യൂ റിസർവ് ആണ്. കാര്യം എന്താ മക്കൾ? അതെൻ്റെ യൂഷ്വൽ ആക്ടിവിറ്റി അല്ലേ? മനസ്സിലായില്ലേ? ഞാൻ വീട് വയ്ക്കുന്നു, വിൽക്കുന്നു, വീണ്ടും വയ്ക്കുന്നു, വിൽക്കുന്നു. ഇതെന്റെ യൂഷ്വൽ ആക്ടിവിറ്റി ആണ്. അപ്പൊ യൂഷ്വൽ ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റവന്യൂ റിസർവ് ആണ്. മനസ്സിലായില്ലേ? ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം വിറ്റു, ലാഭം കിട്ടി. ഏത് റിസർവ്? അത് ക്യാപിറ്റൽ റിസർവ്. ബിക്കോസ് അതൊരു യൂഷ്വൽ ആക്ടിവിറ്റി അല്ല. എന്നാൽ വാഹനം വാങ്ങുന്നു, വിൽക്കുന്നു, അങ്ങനെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ്സാണ് ഞാൻ നടത്തുന്നതെങ്കിൽ അതെന്റെ യൂഷ്വൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ ആ കിട്ടിയ റിസർവ് എന്താണ്? റവന്യൂ റിസർവ് ആണ്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പൊ റവന്യൂ റിസർവിൽ നിന്ന് മാറ്റിവെക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ റിസർവ്. ഓക്കെ, റവന്യൂ പ്രോഫിറ്റ് ഈസ് ഏൺഡ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സിൽ യൂഷ്വലായിട്ട് നടക്കുന്ന പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ പ്രോഫിറ്റ്. ആ റവന്യൂ പ്രോഫിറ്റ് എന്ന് മാറ്റിവെക്കുന്ന റിസർവിനെ വിളിക്കുന്ന പേര് റവന്യൂ റിസർവ്. ഈ റവന്യൂ റിസർവിന്റെ പ്രത്യേകത എന്താണെന്നാ? നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ മാറ്റിവെച്ച പൈസ നെക്സ്റ്റ് ഇയറിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി, ഡിവിഡൻഡിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഈ മാറ്റിവെച്ച റവന്യൂ റിസർവ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനി റവന്യൂ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അത് എന്തിനൊക്കെ വേണ്ടി? ശ്രദ്ധിച്ചിരിക്കുക. ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സ്ട്രെങ്തൻ ചെയ്യുക, വർദ്ധിപ്പിക്കുക, ശക്തിപ്പെടുത്തുക. റീപ്ലേസിംഗ് ഡിപ്രീസിബിൾ അസറ്റ്സ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അസറ്റുകൾക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക? ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ അസറ്റുകൾ എന്ത് ചെയ്ത് മാറ്റി ഒരു പുതിയ അസറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിന് പണം വേണ്ടേ? അതിന് ഈ റവന്യൂ റിസർവ് നമുക്ക് ഉപയോഗിക്കാം. റെഡീമിംഗ് ലൈബിലിറ്റി, നമ്മുടെ ഏതെങ്കിലും ഒരു ബാധ്യത തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഡിക്ലെയറിംഗ് യൂണിഫോം റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ ഒരു യൂണിഫോം റേറ്റ്, ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ടാവണം. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷം ഡിവിഡൻഡ് കുറഞ്ഞാൽ അത് യൂണിഫോം ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ റവന്യൂ റിസർവ് യൂസ് ചെയ്യാം. ദെൻ കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ. നമ്മുടെ സ്ഥാപനത്തിന്റെ റിസർച്ച് ആക്ടിവിറ്റീസ്, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്ക് ഈ പണം എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇതിനൊക്കെ വേണ്ടിയാണ് റവന്യൂ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇഫ് ദ റിസർവ് ഈസ് നോട്ട് നീഡഡ് ഇൻ ദ ഫ്യൂച്ചർ, നമ്മൾ ഈ മാറ്റിവെച്ച റിസർവ് ഭാവിയിൽ ഒന്നിനും ആവശ്യം വന്നില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആ ഡിവിഡൻഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് വീതിച്ചു കൊടുക്കാം. കാരണം അത് അവർക്ക് അവകാശപ്പെട്ടതല്ലേ. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാം? ഈ റവന്യൂ റിസർവ് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഭാവിയിൽ ആവശ്യമായി വന്നില്ല എങ്കിൽ ആ റവന്യൂ റിസർവ് എടുത്ത് ആർക്ക് കൊടുക്കാം? ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് വീതിച്ച് കൊടുക്കാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് റിസർവ് ആണ്, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ റിസർവ്. വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഒരു പാർട്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥാപനത്തിലെ മെഷീനറികൾക്ക്, എക്യുപ്മെന്റ്സിന് റിപ്പയേഴ്സും മെയിൻ്റനൻസും റിന്യൂവൽസ് ഒക്കെ വരില്ലേ? അപ്പോൾ അതിനൊക്കെ നമുക്ക് പണം കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഓരോ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ മെഷീനറി, എക്യുപ്മെന്റ്സ്, ടൂൾസ് തുടങ്ങിയവയൊക്കെ ഉണ്ടാവുന്ന റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, റിന്യൂവൽസ്, ഇതിനു വേണ്ടി ഓരോ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ മാറ്റും. ഇത് എങ്ങോട്ടാണ് മാറ്റുന്നത് മക്കളെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ എഴുതുന്ന എൻട്രി എന്താണെന്നാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ വർഷവും ഒരു 5000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കേണ്ടതൊക്കെ സങ്കല്പിക്കുക. അതായത് ഒരു 5000 റുപ്പീസ് മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെന്റ്സിന്റെ റിപ്പയേഴ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അപ്പോൾ ഈ 5000 രൂപ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് അക്കൗണ്ട്. ഇനി ഈ യഥാർത്ഥത്തിൽ നമുക്കൊരു 4000 രൂപ ചിലവായി നോക്കുക. ശ്രദ്ധിക്കുക മക്കളെ, 5000 രൂപ നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ എഴുതിയ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ. എന്നാൽ ആക്ച്വലി നമുക്ക് 4000 രൂപയാണ് റിപ്പയറിന് വേണ്ടി ആയത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എത്ര എടുക്കും? 4000 രൂപ എടുക്കും. അപ്പോൾ അതിന്റെ എൻട്രി എന്താ? റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് അക്കൗണ്ട് ഡെറ്റർ ടു റിപ്പയേഴ്സ് അക്കൗണ്ട്.
അതായത് ക്രെഡിറ്റ് ചെയ്ത റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. നമുക്ക് ആക്ച്വലി ഉണ്ടായ റിപ്പയർ എത്ര രൂപ? 4000. അതിനെ ക്രെഡിറ്റ് ചെയ്യും. ശ്രദ്ധിച്ചിരിക്കാൻ ഒന്നുകൂടെ പറയാം. എല്ലാ വർഷവും നമ്മൾ 5000 രൂപ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. അപ്പോൾ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്. കാരണം ആ എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട്. ഇനി യഥാർത്ഥത്തിൽ നമുക്ക് എത്ര രൂപ റിപ്പയർ ഉണ്ടായി? 4000. അപ്പൊ എൻട്രി റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് അക്കൗണ്ട് ഡെറ്റ് ടു റിപ്പയർ അക്കൗണ്ട്. അപ്പൊ മക്കളെ ഒരു 1000 രൂപ ബാലൻസ് വന്നില്ലേ? ആ ബാലൻസ് വന്നത് എങ്ങോട്ട് മാറ്റും? ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പം 5000 രൂപ മാറ്റി വെച്ചു, 4000 രൂപ ആക്ച്വലി ചിലവായി, 1000 രൂപ ബാക്കിയുണ്ട്. മാറ്റിവെച്ച 5000 എത്ര? എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്. യഥാർത്ഥത്തിൽ എത്ര രൂപ റിപ്പയർ ഉണ്ടായി? 4000. അപ്പൊ എൻട്രി റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവലിൽ നിന്ന് 4000 രൂപ എടുത്തു ടു റിപ്പയർ. അത് റിപ്പയറിന് വേണ്ടി ചെലവഴിച്ചു. ബാക്കി 1000 രൂപ ഉണ്ടായിരുന്നത് എവിടെ കൊണ്ടുവന്ന് എഴുതും? ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, ഇതാണ് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസിന്റെ കൺസെപ്റ്റ്. ഈ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ റിസർവിന് വേറെ 2 പേരുകളിൽ കൂടി അറിയപ്പെടും. റിസർവ് ഈക്വലൈസേഷൻ അക്കൗണ്ട്, മെയിൻ്റനൻസ് റിസർവ് അക്കൗണ്ട്. അപ്പൊ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ റിസർവിന് വേറെ 2 പേരുകൾ കൂടെ ഉണ്ട്. ആ പേരുകൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നും കൂടി നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. 2 പേരുകൾ എന്തൊക്കെയാ? റിപ്പയേഴ്സ് ഈക്വലൈസേഷൻ അക്കൗണ്ട്, മെയിൻ്റനൻസ് റിസർവ് അക്കൗണ്ട്. ഇനി ആദ്യം എന്തുകൊണ്ട് ഈ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസിനെ റിപ്പയേഴ്സ് ഈക്വലൈസേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മക്കളെ, എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് നമ്മൾ ഇതിലോട്ട് മാറ്റുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ മെഷീനറി, ഓഫീസ് എക്യുപ്മെന്റ്സ്, ടൂൾസ്, ഇതിനൊക്കെ ഉണ്ടാവുന്ന റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ഏകദേശം യൂണിഫോം റേറ്റിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എന്തിലോട്ട് മാറ്റുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഈക്വൽ എമൗണ്ട് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് അക്കൗണ്ടിനെ റിപ്പയേഴ്സ് ഈക്വലൈസേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ മെയിൻ്റനൻസ് റിസർവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിന് എന്തിനു വേണ്ടിയായി പൈസ ചിലവഴിക്കുന്നത്? നമ്മുടെ സ്ഥാപനത്തിന് ഫിക്സഡ് അസറ്റ് ഗുഡ് കണ്ടീഷനിലാക്കാൻ വേണ്ടിയല്ലേ? റിപ്പയർ ചെയ്യണം എന്തിനാ? കംപ്ലൈന്റ് ആയത് വീണ്ടും പഴയ കണ്ടീഷനിൽ നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലാക്കാൻ. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലെ അസറ്റുകളെ ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലാക്കിയാലേ റവന്യൂ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റൂ. അങ്ങനെ റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലെ ഫിക്സഡ് അസറ്റുകളെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ റിസർവിനെ എന്തെന്ന് വിളിക്കുന്നത്? മെയിൻ്റനൻസ് റിസർവ് എന്ന് വിളിക്കുന്നത്. കൺസെപ്റ്റ് ഓക്കെ ആയല്ലോ? ശരി. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു റിസർവ് 2 തരത്തിലുണ്ട്. റവന്യൂ റിസർവും ക്യാപിറ്റൽ റിസർവും. ഇല്ല, റവന്യൂ റിസർവ് എന്താണ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതൊക്കെയാണ് റവന്യൂ റിസർവ്? റവന്യൂ റിസർവ് എത്ര തരത്തിലുണ്ട്? റിസർവ് 2 തരം, റവന്യൂ റിസർവും ക്യാപിറ്റൽ റിസർവ്. ഇനി റവന്യൂ റിസർവ് ഏതൊക്കെയുണ്ട്? റവന്യൂ റിസർവിനെ നമുക്ക് 2ആയി തിരിക്കാം. ജനറൽ റിസർവ് എന്നും സ്പെസിഫിക് റിസർവ് എന്നും. Revenue reserve is mainly classified into 2. They are general reserve and specific reserve. ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിളാ. എന്താ ജനറൽ റിസർവ്? എ റിസർവ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് നോട്ട് ഫോർ സ്പെസിഫിക് പർപ്പസ്. ലാഭത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത് തന്നെയാണ് റിസർവ് എന്ന് പറഞ്ഞാൽ. എന്താ? ലാഭത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതാണ്. ലാഭം ഉണ്ടെങ്കിലേ റിസർവ് ഉള്ളൂ. പക്ഷേ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടി? നോട്ട് ഫോർ സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അല്ല. ഈ പൈസ എന്തിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം എനിക്ക് ഒരു മാസം 50,000 രൂപ ഇൻകം കിട്ടുന്നു, അതിൽ നിന്ന് ഞാൻ 10,000 രൂപ മാറ്റി വയ്ക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ല. എന്തിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഭാവിയിൽ എന്ത് ആവശ്യം വന്നാലും, എനിക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ആ പൈസ ഉപയോഗിക്കാം. എനിക്ക് ഒരു വാഹനം മേടിക്കേണ്ടി വന്നു, അപ്പോൾ ഈ പൈസ എനിക്ക് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ എന്ത് പർപ്പസിന് വേണ്ടി വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു സ്പെസിഫിക് പർപ്പസിനല്ലാതെ നമ്മൾ റവന്യൂ റിസർവിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന റിസർവിനെ വിളിക്കുന്ന പേരാണ് ജനറൽ റിസർവ്. A general reserve is used for general purpose as the discretion of the management. മാനേജ്മെന്റ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഏത് പർപ്പസിന് വേണ്ടി വേണമെങ്കിലും ജനറൽ റിസർവ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഏത് പർപ്പസിന് വേണ്ടി? അങ്ങനെ ഒരു സ്പെസിഫിക് പർപ്പസ് അല്ല, എന്തിനു വേണമെങ്കിലും മാനേജ്മെന്റ് തീരുമാനമാണ്. അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് എന്ത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും ഈ ജനറൽ റിസർവ് യൂസ് ചെയ്യാം. യൂഷ്വലി ജനറൽ റിസർവ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന പർപ്പസ്, അതിലൊന്ന് പറഞ്ഞ പോയിന്റാണ് ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്ത് ചെയ്യാൻ. അത് ഏതാണ്? ജനറൽ റിസർവ്, അല്ലാതെ ക്യാപിറ്റൽ റിസർവ് അല്ല. നമ്മൾ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. നമ്മുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്? ജനറൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോർ മീറ്റിംഗ് കണ്ടിജൻസീസ് ആൻഡ് ലോസസ്. ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവൻസോ കണ്ടിജൻസിയോ ലോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്? ജനറൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് സ്പെസിഫിക് റിസർവ്?
A specific reserve is created out of profit for any known or expected or specific purpose. ഏതെങ്കിലും ഒരു അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഈ പൈസ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് സ്പെസിഫിക് റിസർവ് ആണ്. അങ്ങനെ ഒരു ലൈബിലിറ്റിക്കോ വേണ്ടിയോ അറിയാവുന്ന എന്തിനെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റിസർവ്. A reserve which is created out of the profit of a particular purpose is known as specific reserve. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് സ്പെസിഫിക് റിസർവ്. അപ്പോൾ ഇവിടെ ഡൗട്ട് വരും കേട്ടാക്കളെ. നിങ്ങൾ നന്നായിട്ട് ഇത് കേട്ടിരുന്ന പഠിച്ച കുട്ടികളാണെങ്കിൽ ഡൗട്ട് വരും. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ഡൗട്ടാണെന്ന് ഞാൻ പറയാം. സാർ ഇത് പറഞ്ഞത് പ്രൊവിഷൻ അല്ലേ? പ്രൊവിഷന്റെ തുടക്കത്തിൽ സാറ് പറഞ്ഞു അറിയാവുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊവിഷൻ, അറിഞ്ഞുകൂടാത്തതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് റിസർവ്. സാർ ഇപ്പം പറയുന്നു ഇതും അറിയാവുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ പേര് സ്പെസിഫിക് റിസർവ്. റിസർവ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വന്നു എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാം. മക്കളെ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ശരിയാണ്, ഏകദേശം സെയിം ആണ്. പ്രൊവിഷനും സ്പെസിഫിക് റിസർവും തമ്മിൽ സെയിം ആണ്. എന്തുകൊണ്ടാണ്? അറിയാവുന്നതാണ്. ശരി, പക്ഷേ ഇതിൻ്റെ പ്രത്യേകം തരുന്നാക്കളെ, പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്നതാണെങ്കിലും നഷ്ടമാണെങ്കിൽ പോലും മാറ്റിവെക്കണം. അതാണ് പ്രത്യേകത. റിസർവ് എന്ന് പറഞ്ഞാൽ ഏതെന്ന് മാറ്റിവെച്ചാൽ മതി? ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ മതി. പിടികിട്ടിയോ? നമുക്കൊരു അസറ്റ് വാങ്ങണം. ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടി ലാഭത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനു മക്കളെ? സ്പെസിഫിക് റിസർവ്. നഷ്ടമാണെങ്കിൽ മാറ്റിവെക്കാൻ പറ്റൂല, അപ്പോൾ അവിടെ സ്പെസിഫിക് റിസർവ് ഇല്ല. പക്ഷേ ബാങ്ക് നമ്മളൊരു ലോൺ എടുത്ത് അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വർഷം ലോസ് ആണ്. ആ ലോൺ അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? അടച്ചേ പറ്റൂ. അപ്പോൾ അതേതാണ്? പ്രൊവിഷൻ. മക്കളെ വ്യത്യാസം മാറിപ്പോരുത്. സ്പെസിഫിക് റിസർവും പ്രൊവിഷനും ഏകദേശ ധാരണ ഒന്നാണ്. കാരണം എന്താ? അറിയാവുന്ന ലൈബിലിറ്റി പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ശരിയാണ്, പക്ഷേ വ്യത്യാസം പ്രൊവിഷൻ അവിടെ നഷ്ടമാണെങ്കിലും ക്രിയേറ്റ് ചെയ്യണം, എന്നാൽ സ്പെസിഫിക് റിസർവ് ലാഭമാണെങ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് സ്പെസിഫിക് റിസർവ്. ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് സ്പെസിഫിക് റിസർവ് എന്ന് ചോദിച്ചാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന റിസർവുകളെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റിസർവ്. ഓക്കെ, എ റിസർവ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. സച്ച് റിസർവ്സ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ എനി പർപ്പസ് അതർ ദാൻ സ്പെസിഫൈഡ്. മക്കളെ, ഇത് നമ്മൾ എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തോ ആ പർപ്പസിന് തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനറി മാറ്റേണ്ടി വരും. അതുകൊണ്ട് എല്ലാ വർഷവും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? മെഷീനറി റീപ്ലേസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആ റിസർവിലെ പൈസ ആ മെഷീനറി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, വേറെ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ജനറൽ റിസർവ് അങ്ങനെയല്ല, എന്ത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ സ്പെസിഫിക് പർപ്പസ്, എന്ത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണോ ക്രിയേറ്റ് ചെയ്തത് ആ പർപ്പസിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. It can be invested in outside securities. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ജനറൽ റിസർവ് അങ്ങനെ ചെയ്യില്ല. ജനറൽ റിസർവ് സ്ഥാപനത്തിലാണ് കീപ്പ് ചെയ്യുന്നത്. എന്നാൽ സ്പെസിഫിക് റിസർവ്, നമ്മൾ ഒരു അസറ്റ്, മക്കളെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനറി എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ പുതിയൊരു മെഷീനറി വാങ്ങണം. അങ്ങനെ ഓരോ വർഷവും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു 50,000 രൂപ മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, ഈ 50,000 രൂപ മാറ്റി നമ്മളെ ബിസിനസ് തന്നെ ഇട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പകരം ഔട്ട്സൈഡ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഉപയോഗം എന്താ? ഇൻട്രസ്റ്റ് കിട്ടൂലേ? അപ്പോൾ അതല്ലേ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് കാരണം എന്താ? ഈ പൈസ നമുക്ക് എന്തായാലും ബിസിനസ്സിൽ ഇട്ടിട്ട് വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റൂല, ഈ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഔട്ട്സൈഡ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്? നമുക്ക് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ലേ? അതാ പ്രത്യേകത. സ്പെസിഫിക് റിസർവ് നമുക്ക് ഔട്ട്സൈഡ് സെക്യൂരിറ്റികളിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇട്ട പൈസയും പലിശയും കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് ആ മെഷീനറി എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. It serves for a specific purpose as to equalize dividend or to redeem a fixed liability or to replace a fixed asset or to conduct research and development work. കണ്ടോ, ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ റിസർവിന്റെ പർപ്പസ് ആയിട്ട് പറഞ്ഞതാ. പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം, അത് ജനറൽ റിസർവ്. എന്നാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണെങ്കിലല്ലേ സ്പെസിഫിക് പർപ്പസ് ആവണം. അപ്പൊ ഇത് ഏത് പർപ്പസ് വേണോ ആവാം. ഒന്നുകിൽ ഡിവിഡൻഡ് ഇക്വലൈസ് ചെയ്യാനാവാം, അല്ലെങ്കിൽ ഒരു ബാധ്യത തീർക്കാനാവാം, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യാനാവാം, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് വേണ്ടിയാവാം. എന്ത് പർപ്പസിന് വേണ്ടിയാവാം. പക്ഷേ ഇപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി മാത്രമേ ആ പൈസ ഉപയോഗിക്കാവൂ. ഡിവിഡൻഡ് ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ഉപയോഗിക്കാവൂ. ഒരു ഫിക്സഡ് ലൈബിലിറ്റി, ഒരു ഭാവിയിൽ ഒരു ബാധ്യത ഉണ്ട്, ഒരു 2 വർഷം കഴിയുമ്പോൾ ആ ബാധ്യത തീർക്കേണ്ടതാണ് എങ്കിൽ ആ ബാധ്യത തീർക്കാൻ വേണ്ടി മാത്രമേ ആ റിസർവ് എന്ത് ചെയ്യാവൂ? നമ്മൾ യൂസ് ചെയ്യാവൂ. അതാണ് സ്പെസിഫിക് പർപ്പസിന്റെ പ്രത്യേകത.
ഇതിന് ഈ സ്പെസിഫിക് പർപ്പസിന് എക്സാമ്പിൾ ആണ് മക്കളെ തന്നേക്കണ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലാക്കാൻ. സിങ്കിങ് ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് സിങ്കിങ് ഫണ്ട്. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട്, ഡിവിഡൻഡ് റിസർവ്, ബിൽഡിംഗ് ഫണ്ട്, റിസർവ് ഫോർ ഡാമേജ് സ്റ്റോക്ക് ഡാമേജ് ആയാൽ അത് മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട്, ഇതെല്ലാം ഏതാണ്? സ്പെസിഫിക് റിസർവിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് തീർന്നു? റവന്യൂ റിസർവ് തീർന്നു. നമുക്കറിയാം റിസർവിന് രണ്ടായി തിരിക്കാം, റവന്യൂ റിസർവ് എന്നും ക്യാപിറ്റൽ റിസർവ് എന്നും. ആ റവന്യൂ റിസർവിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ജനറൽ റിസർവ് എന്നും സ്പെസിഫിക് റിസർവ് എന്നും. അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്, ക്യാപിറ്റൽ റിസർവ്. നമ്മളെ ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന റിസർവിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ പഠിച്ചില്ലേ? ഒരു നോർമൽ കോഴ്സിലൂടെ അല്ലാതെ ഇൻസിഡന്റൽ ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാവുന്ന പ്രോഫിറ്റാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിക്സഡ് അസറ്റ് വിറ്റു ലാഭം കിട്ടി, അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, യൂഷ്വൽ ആക്ടിവിറ്റി അല്ല. അപ്പൊ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആർ നോട്ട് ഏൺഡ് ബൈ ദ ബിസിനസ് ഫ്രം ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ഒരിക്കലും ഒരു ബിസിനസ്സിന് നോർമൽ കോഴ്സിലൂടെ നോർമൽ ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന റിസർവ് അല്ല, പ്രോഫിറ്റ് അല്ല ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇൻസിഡന്റൽ ആക്ടിവിറ്റി. എന്താ ഇൻസിഡന്റൽ ആക്ടിവിറ്റി? പ്രതീക്ഷിക്കാതെ നമുക്ക് അൺയൂഷ്വൽ ആയിട്ടൊക്കെ ഉണ്ടാവുന്ന ആക്ടിവിറ്റി, അതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇനി ഏതൊക്കെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, എനി പ്രോഫിറ്റ് ഓൺ ഫോർഫീച്ചർ ഓഫ് ഷെയർ ആഫ്റ്റർ റീ ഇഷ്യൂ ഓർ റീ അലോട്ട്മെന്റ്. നമ്മളെ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യും, അറിയാലോ നിങ്ങൾക്ക്. എന്താണ് ഷെയർ ഫോർഫീറ്റ് എന്ന് വെച്ചാൽ പഠിച്ചിട്ടുള്ള ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഏതെങ്കിലും ഷെയർ ഹോൾഡർ കമ്പനി ആവശ്യപ്പെടുന്ന സമയത്ത് അലോട്ട്മെന്റ് മണിയോ കാൽമണിയോ അടച്ചില്ലെങ്കിൽ അവരെ ഷെയറുകൾ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ആ ഷെയർ തിരിച്ച് കമ്പനിയുടെ അസറ്റായിട്ട് മാറും. ആ ഷെയറുകൾ കമ്പനിക്ക് വേണമെങ്കിൽ വേറെ ആൾക്കാർക്ക് എന്ത് ചെയ്യാം? റീ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ലാഭം കിട്ടും. കാരണം എന്താ? നേരത്തെ ആൾക്കാർ അടച്ച പൈസ അവിടെ ഇരിപ്പുണ്ട്, അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടാതെ അത് റീ ഇഷ്യൂ ചെയ്തപ്പോൾ വീണ്ടും പൈസ കിട്ടി. അങ്ങനെ മൊത്തം വെച്ച് നോക്കുമ്പോൾ എത്ര രൂപ ലാഭം കിട്ടിയോ ആ ലാഭം ഏതാണ്? ക്യാപിറ്റൽ റിസർവ് ആണ്. കാരണം കൂടെ കിട്ടുന്നത് അല്ല. ഫിക്സഡ് അസറ്റ്സ് സോൾഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ബുക്ക് വാല്യൂ. നമ്മളൊരു ഫിക്സഡ് അസറ്റ് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്, ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ അക്വയർ ചെയ്യുന്നതല്ലേ ഫിക്സഡ് അസറ്റ്. ആ ഫിക്സഡ് അസറ്റ് യഥാർത്ഥ വിലയെക്കാളും, അതായത് നിലവിലുള്ള വിലയെക്കാളും ബുക്ക് വാല്യൂവിനേക്കാളും കൂടിയ വിലയ്ക്ക് വിറ്റു. എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. യൂഷ്വലി നടക്കുന്നതല്ല. ദെൻ ഡിസ്കൗണ്ട് ഏൺഡ് ഓൺ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. എന്താണ് ക്ലിയർ? റിഡംഷൻ എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക. ഡിബഞ്ചർ എന്ന് വെച്ചാൽ അറിയാലോ, കടപ്പത്രം, നമ്മളെ ബാധ്യതയാണ്. ഒരു കമ്പനി ലോങ് ടൈം പർപ്പസിന് വേണ്ടി എടുക്കുന്ന ബാധ്യതയാണെന്ന് പറയുന്നത് ഡിബഞ്ചർ. ഈ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. അതായത് നമ്മൾ ഒരു ഡിബഞ്ചർ വാങ്ങിച്ചത് 1000 രൂപയ്ക്കാണ്, എന്നാൽ തിരിച്ചു കൊടുക്കുന്നത് 950 രൂപ. അപ്പൊ നമുക്ക് 50 രൂപ ലാഭം, ഡിസ്കൗണ്ട്. അപ്പൊ ഡിബഞ്ചറുകൾ റിഡംഷൻ ചെയ്ത സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി, അത് നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, യൂഷ്വൽ ആക്ടിവിറ്റി അല്ല. എനി പ്രോഫിറ്റ് അക്രൂഡ് ഓൺ ദ റീവാല്യുവേഷൻ ഓഫ് അസറ്റ്സ്. നമ്മുടെ സ്ഥാപനത്തിലെ അസറ്റിന്റെ വില കൂടി. നമ്മുടെ സ്ഥാപനത്തിലെ നിലവിലുണ്ടായിരുന്ന അസറ്റിന്റെ വില 10000 രൂപ വരെയുള്ള ഫർണിച്ചറിന്റെ വില ഇപ്പൊ 12000 ആയി. അപ്പൊ അസറ്റിന്റെ വില കൂടുന്നത് നമുക്ക് നല്ലതല്ലേ? അപ്പൊ അസറ്റിന്റെ വില കൂടിയാൽ അത് ഏതാണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പ്രീമിയം റിസീവ്ഡ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ. ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയം കിട്ടി. എന്താണ് മക്കളെ പ്രീമിയം? ഒരു കമ്പനി ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്യുന്നത് യഥാർത്ഥ വിലയെക്കാളും കൂടിയ വിലയ്ക്കാണ്. ഇപ്പൊ 100 രൂപ വിലയുള്ള ഷെയർ കമ്പനി 120 രൂപയ്ക്ക് കൊടുക്കുന്നു. നല്ല ഗുഡ്വില്ലുള്ള, നല്ല റെപ്യൂട്ടേഷനുള്ള കമ്പനികളാണെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥ വിലയെക്കാളും കൂടിയ വിലയ്ക്ക് ഷെയറുകൾ കൊടുക്കാൻ കഴിയും. അപ്പൊ 100 രൂപ വിലയുള്ള ഷെയർ 120 രൂപയ്ക്ക് കമ്പനി കൊടുത്താൽ 20 രൂപ കമ്പനിക്ക് അധികം കിട്ടി. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ദെൻ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. നിലവിലുള്ള ബിസിനസ് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അതായത് ഒരാൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇതൊന്നും നോർമൽ ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാവുന്നതാണോ? അല്ല. ഇത്രയാണ് ക്യാപിറ്റൽ റിസർവിന് എക്സാമ്പിൾ. ഇതെല്ലാം പറഞ്ഞ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഈ പറഞ്ഞ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് മാറ്റിവെക്കുന്ന റിസർവിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. മകളെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് വീതിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്നാൽ റവന്യൂ റിസർവ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അത് റിസർവായിട്ട് ഭാവിയിൽ വീതിച്ചു കൊടുക്കാൻ കഴിയും. ക്യാപിറ്റൽ റിസർവ് ഒരിക്കലും നമുക്ക് വീതിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്തിനു വേണ്ടിയാണോ നമ്മളത് മാറ്റിവെച്ചത് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മളത് എടുക്കാവൂ. ഒരിക്കലും അത് വീതിച്ചു കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമിലോട്ട് നമ്മൾ പോവുകയാണ്, സീക്രട്ട് റിസർവ്. എന്താണ് സീക്രട്ട് റിസർവ് എന്ന് ചോദിച്ചാൽ, ടേമിൽ തന്നെ ഉണ്ട് മക്കളെ, സീക്രട്ട് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന റിസർവ്.
വിച്ച് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ റവന്യൂ റിസർവ് ആട്ടെ, ക്യാപിറ്റൽ റിസർവ് ആട്ടെ, അത് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യും, വെളിപ്പെടുത്തും. എന്നാൽ സീക്രട്ട് റിസർവ് ഒരിക്കലും ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഡിസ്ക്ലോസ് എന്ന വാക്കിന്റെ അർത്ഥം വെളിപ്പെടുത്തുക, പ്രസന്റ് ചെയ്യുക, കാണിക്കുക. അപ്പൊ സീക്രട്ട് റിസർവ് ഒരിക്കലും ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസ്ക്ലോസ് ചെയ്യില്ല. അതുകൊണ്ട് ഈ സീക്രട്ട് റിസർവിനെ ഹിഡൻ റിസർവ്, ഇന്റേണൽ റിസർവ്, ഇന്നർ റിസർവ് എന്ന പേരുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. എന്തിനാണ് ഈ സീക്രട്ട് റിസർവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നേരത്തെ റിസർവിന്റെ മെയിൻ പർപ്പസിലുള്ള ഒരു പോയിന്റ് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, അങ്ങനെയാണെങ്കിൽ സാറേ യൂഷ്വൽ റിസർവ് അങ്ങ് ചെയ്താൽ പോരെ, എന്തിനാ സീക്രട്ടായിട്ട് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ശ്രദ്ധിച്ചോ, അതിന് കുറേ കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി മക്കളെ, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെ നമുക്ക് ഈ സീക്രട്ട് റിസർവ് കാണിക്കാം, എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ റിസർവ് സീക്രട്ടായിട്ട് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യാതെ എങ്ങനെ റിസർവ് വരും? കൺസെപ്റ്റാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് സീക്രട്ട് റിസർവ് കാണിക്കാൻ പല മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാമത്തത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ, അസറ്റിൻ്റെ വില, അസറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അണ്ടർ സ്റ്റേറ്റഡ് എന്ന് വെച്ചാൽ കുറച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ഥാപനത്തിൽ മെഷീനറിയുടെ വില അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ വില 1,00,000 രൂപയാണ്. നമ്മളതിനെ മനഃപൂർവ്വം 80,000 ഒന്നും കാണിക്കും. യഥാർത്ഥത്തിൽ വില എത്രയുണ്ട്? 1,00,000. പക്ഷേ നമ്മൾ 80,000 കാണിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അസറ്റിൻ്റെ വില കുറഞ്ഞു. അസറ്റിൻ്റെ വില കുറയുമ്പോൾ ആ 20,000 യഥാർത്ഥത്തിൽ അവിടെ കൂടുതലാണ്. പക്ഷെ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. അത് 20,000 രൂപ റിസർവാണ്, സീക്രട്ട് റിസർവാണ്. അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റിയുടെ വില കൂട്ടി കാണിക്കണം. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ 20,000 രൂപ കൊടുക്കാനുണ്ട്, ഒരു ക്രെഡിറ്റർക്ക് 20,000 രൂപ കൊടുക്കാനുണ്ട്. നമ്മൾ അതിനെ മനഃപൂർവ്വം 25,000 ഒന്നും കാണിച്ചു. യഥാർത്ഥം 20,000 കൊടുക്കാനുള്ളൂ, പക്ഷേ 25,000 നമ്മൾ കാണിച്ചു. അപ്പോൾ 5,000 രൂപ എന്ത് ചെയ്തു? അധികം കൂട്ടി കാണിച്ചു. അത് സീക്രട്ട് റിസർവാണ്. നമ്മളെ ഇതൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവണ്ടേ? ആ ലെവലിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. യഥാർത്ഥത്തിൽ നമുക്കൊരു 50,000 രൂപ റിസർവ് ഉണ്ടെന്ന് വെച്ചോ മക്കള്, നിങ്ങൾ ശ്രദ്ധിച്ചു, 50,000 രൂപ റിസർവ് ഉണ്ട്. ഓക്കെ, ഈ 50,000 രൂപ റിസർവായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡ് കാണിക്കാൻ നമുക്ക് വയ്യ. അപ്പോൾ അങ്ങനെ കാണിച്ചാൽ എല്ലാവരും അറിയുമല്ലോ, നമ്മുടെ സ്ഥാപനത്തിന് 50,000 രൂപ റിസർവ് ഉണ്ടെന്ന് എല്ലാവരും അറിയും. നമുക്കത് ആരെ അറിയിക്കാൻ താല്പര്യമില്ല. പക്ഷേ 50,000 രൂപ റിസർവ് ഉണ്ടെന്താനും എന്ത് ചെയ്യും? അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലിയാക്കണ്ടേ? അതിനുള്ള ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അസറ്റിൻ്റെ വില എന്ത് ചെയ്യുക? കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ ലൈബിലിറ്റിയുടെ വില കൂട്ടി കാണിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. നമ്മുടെ സ്ഥാപനത്തിന് 50,000 രൂപ റിസർവ് ഉണ്ട്, പക്ഷേ ഇത് ആരും അറിയുന്നതിൽ നമുക്ക് താല്പര്യമില്ല. അപ്പം ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്താൽ എല്ലാവരും അറിയൂലേ, നമുക്ക് അറിയിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഈ 50,000 രൂപ റിസർവ് ഉണ്ടെന്താനും എന്നാൽ ബാലൻസ് ഷീറ്റ് കാണിക്കാനും പാടില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, ഒന്നുകിൽ അസറ്റിൻ്റെ വില കുറച്ച് കാണിക്കും, അല്ലെങ്കിൽ ലൈബിലിറ്റിയുടെ വില കൂട്ടി കാണിക്കും. സീക്രട്ട് റിസർവ് ആർ ക്രിയേറ്റഡ് ടു ഹൈഡ് ഫ്രം അതർ ബിസിനസ്. മറ്റു ബിസിനസ്സിൽ നിന്ന് നമ്മളെ ബിസിനസ്സിൻ്റെ റിസർവ് ഹൈഡ് ചെയ്ത് കാണിക്കണം. മനസ്സിലായില്ലേ? അറ്റ് ഈസ് ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ റിസർവ് ഇല്ല. അപ്പോൾ അവർ വിചാരിക്കുക ഇത് വലിയ സ്ഥാപനം, നല്ല വർക്ക് ചെയ്യുന്ന നല്ല ഫിനാൻഷ്യൽ പൊസിഷനുള്ള സ്ഥാപനമല്ല, ഇവരെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ അവർ നമ്മൾ അങ്ങനെ വലിയൊരു കോമ്പറ്റീറ്ററായി കൺസിഡർ ചെയ്യൂല. നമ്മൾ ഉള്ള റിസർവ് മുഴുവൻ എടുത്ത് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്ത് വെച്ചാലോ, അവർ നോക്കും ഇവർക്ക് ഇത്രയും രൂപ ലാഭം കിട്ടി, അതുകൊണ്ടല്ലേ അവർ ഇത്രയും രൂപ റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇവരുമായിട്ടാണ് നമുക്ക് മത്സരിക്കേണ്ടി വരുന്നത്. അപ്പം നമ്മളെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യും, കോമ്പറ്റീഷൻ കൂടും. ഇതാണ് സീക്രട്ട് റിസർവിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം മറ്റു ബിസിനസ്സിൽ നിന്ന് നമ്മുടെ റിസർവ് സീക്രട്ടായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കുറയാനുള്ള സാധ്യത ഉണ്ട്. ദ കമ്പനീസ് ആർ പ്രൊഹിബിറ്റഡ് ടു ക്രിയേറ്റ് സീക്രട്ട് റിസർവ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മക്കളെ. കമ്പനികൾക്ക് സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ അവർക്കെല്ലാം സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് കമ്പനീസ് ആക്ടിൽ പറയുന്നു, ഒരിക്കലും ഒരു കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല? സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. മക്കളെ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ച ചോദ്യം, കമ്പനികൾക്ക് സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അധികാരം ഇല്ല. ഇനി ഏതൊക്കെ രീതിയിൽ സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാം? ഞാൻ കുറച്ച് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞില്ലേ? അസറ്റിൻ്റെ വില കുറച്ച് കാണിക്കുക, ലൈബിലിറ്റിയുടെ വില കൂട്ടി കാണിക്കുക. ഇതൊരു മെത്തേഡാണ്. അതുപോലെ നമുക്ക് എങ്ങനെയല്ല സീക്രട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാം? ഒന്ന്, ചാർജിങ് ഓവർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കൂടുതൽ കാണിക്കുക. യഥാർത്ഥ ഡിപ്രീസിയേഷനേക്കാളും കൂടുതൽ ഡിപ്രീസിയേഷൻ കാണിക്കുക. നമുക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം മക്കളെ? എത്രയേ ഉള്ളൂ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിൻ്റെ വില 1,00,000 രൂപയാണ്, 10,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. നമ്മൾ 10,000-ന് വരെ 20,000 ഡിപ്രീസിയേഷൻ കാണിക്കുന്നു. കാരണം എന്താ? നമുക്കൊരു 50,000 രൂപ റിസർവ് ഉണ്ട്, ഇത് നമുക്ക് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ 50,000 രൂപ കാണിക്കാതെ ബാലൻസ് ഷീറ്റ് ടാലി ആക്കുകയും വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 10,000 രൂപ ഡിപ്രീസിയേഷൻ വരെ 20,000 രൂപ ഡിപ്രീസിയേഷൻ എഴുതും. അപ്പോൾ അതിൽ നിന്നൊരു 10,000 രൂപ മാർക്ക് കിട്ടിയേ. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡ്. ദെൻ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വില റൈറ്റ് ഓഫ് ചെയ്യുക. റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ കുറയ്ക്കുക.
അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആവാം, ടാഞ്ചിബിൾ ആവാം, ഏതെങ്കിലും ഒരു അസറ്റുകളുടെ വില എന്ത് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യുക, കുറയ്ക്കുക. അതാണ് പറഞ്ഞ അണ്ടർസ്റ്റേറ്റഡ്. ഗുഡ്വില്ലിന്റെ വില കുറച്ച് കാണിക്കുക, സ്റ്റോക്കിന്റെ വില കുറച്ച് കാണിക്കുക, ഫിക്സഡ് അസറ്റിന്റെ വില കുറച്ച് കാണിക്കുക. ദെൻ എക്സസിങ് ക്രിയേഷൻ ഓഫ് റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റി വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ 2000 രൂപ ആവശ്യമേ ഉള്ളൂ, എന്നാൽ മനഃപൂർവ്വം നമ്മളൊരു 4000 റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ദെൻ ഷോയിങ് കണ്ടിജന്റ് ലൈബിലിറ്റി ആസ് റിയൽ ലൈബിലിറ്റി. എന്താണ് മക്കളെ കണ്ടിജന്റ് ലൈബിലിറ്റി? യഥാർത്ഥത്തിൽ ലൈബിലിറ്റി അല്ല, പക്ഷേ ഭാവിയിൽ അത് ചിലപ്പോൾ എന്താവാം, ലൈബിലിറ്റി ആവാം. അങ്ങനെയുള്ള ലൈബിലിറ്റിയുടെ പ്രത്യേകത എന്താണെന്നാ, ഈ കണ്ടിജന്റ് ലൈബിലിറ്റി ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കൂല, ഫുട് നോട്ടായിട്ട് മാത്രമേ കാണിക്കൂ. ഫുട് നോട്ട് എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിന് താഴെ. ഓക്കെ, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് കണ്ടിജന്റ് ലൈബിലിറ്റി, എന്താണ് കണ്ടിജന്റ് ലൈബിലിറ്റി? യഥാർത്ഥത്തിൽ ലൈബിലിറ്റി അല്ല, പക്ഷെ അത് ഭാവിയിൽ എന്തായി മാറാം, ലൈബിലിറ്റി ആയി മാറാം. അങ്ങനെയുള്ള ലൈബിലിറ്റികളെ വിളിക്കുന്ന പേരാണ് കണ്ടിജന്റ് ലൈബിലിറ്റി. ഈ കണ്ടിജന്റ് ലൈബിലിറ്റി നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കില്ല, ഫുട് നോട്ടായിട്ട് കാണിക്കൂ. പക്ഷേ ഇവിടെ നമ്മൾ സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടിജന്റ് ലൈബിലിറ്റിയെ റിയൽ ലൈബിലിറ്റി ആയിട്ട് കൊണ്ടുവന്ന് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും. ഓക്കെ, ഈ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് ചെയ്യാം. ദെൻ അണ്ടർ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ്, അസറ്റിന്റെ വില കുറച്ച് കാണിക്കുക. ഒമിഷൻ ഓഫ് അസറ്റ്സ്, ഏതെങ്കിലും അസറ്റിന്റെ വില എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് എഴുതാൻ വിട്ടുപോവുക. സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ വില ആക്ച്വൽ പ്രൈസിനേക്കാളും എന്ത് ചെയ്യുക, കുറച്ച് കാണിക്കുക, യഥാർത്ഥ വിലയേക്കാളും കുറച്ച് കാണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചറായി കൺസിഡർ ചെയ്യുക. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ആവർത്തിച്ച് വരാത്ത ചിലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി നമ്മൾ വേജസ് കൊടുത്തു. നമുക്കൊരു ബിൽഡിംഗ് കെട്ടി, ബിൽഡിങ്ങിന്റെ വില 5 ലക്ഷം. അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ച ഒരു 50,000 രൂപ എന്ന് പറയുന്നത് വേജസ് ആണ്. അപ്പം മൊത്തം 5,50,000 രൂപ ആയി. ശരിയാണ്. അക്കൗണ്ടൻസിയുടെ റൂൾ അനുസരിച്ച് ബിൽഡിങ്ങിന്റെ വില 5,50,000 ആയിട്ടാണ് കാണിക്കാനുള്ളത്. ബിൽഡിങ്ങിന് 5 ലക്ഷം രൂപ മെറ്റീരിയലും എല്ലാം കൂടെ 50,000 രൂപ വേജസ് കൊടുത്ത്, അപ്പോൾ ബിൽഡിങ്ങിന് വേണ്ടി ചിലവായ മൊത്തം പൈസ 5,50,000. അക്കോർഡിംഗ് ടു ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, വേജസ് പെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വേജസ് കൊടുത്താൽ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ബിൽഡിംഗ് അക്കൗണ്ട്. അത് ബിൽഡിങ്ങിന്റെ പേരിൽ വരണം. ഒരിക്കലും വേജസ് സെപ്പറേറ്റ് എഴുതാൻ പാടില്ല. അങ്ങനെ ബിൽഡിങ്ങിന്റെ പേരിൽ എഴുതിയാൽ അത് ഏത് എക്സ്പെൻഡിച്ചറായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ വേജസ് എന്ന് സെപ്പറേറ്റ് എഴുതിയാൽ അതെന്തായി, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ, അത് അസറ്റ് എന്ത് ചെയ്യും, കൂടിയിരിക്കും. അസറ്റ് കൂടിയുന്ന റിസർവ് നമുക്ക് സീക്രട്ട് റിസർവ് കാണിക്കാൻ പറ്റില്ല. അസറ്റിന്റെ വില കുറഞ്ഞിരിക്കണം. അസറ്റിന്റെ വില കുറഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ബിൽഡിങ്ങിന് വേണ്ടി ചിലവഴിച്ച വേജസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കാണിക്കും, ബിൽഡിങ്ങിന്റെ കൂടെ കാണിക്കൂല. അപ്പോൾ അസറ്റിന്റെ വില എന്തായി, കുറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ സീക്രട്ട് റിസർവ് കാണിക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, എത്രയേ ഉള്ളൂ മക്കളെ, സീക്രട്ട് റിസർവ് കാണിക്കണോ, നമുക്ക് അസറ്റിന്റെ വില കുറയ്ക്കുക അല്ലെങ്കിൽ ലൈബിലിറ്റിയുടെ വില കൂട്ടുക. നമുക്ക് ബാലൻസ് ഷീറ്റിൽ 2 സൈഡല്ലേ ഉള്ളൂ, ഒരു അസറ്റ് സൈഡും ഒരു ലൈബിലിറ്റി സൈഡും. സീക്രട്ട് റിസർവ് എവിടെയാണ് വരുന്നത്, ലൈബിലിറ്റി സൈഡിൽ. സീക്രട്ട് റിസർവ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്യാനും പറ്റൂല. അപ്പം നമുക്ക് ആ 50,000 രൂപ റിസർവായിട്ട് നമ്മുടെ ഇതിലോട്ട് വരെയും വേണം, എന്നാൽ അത് അതിനകത്ത് വരാനും പാടില്ല. സോ 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ അസറ്റിന്റെ വില കുറയ്ക്കുക അല്ലെങ്കിൽ ലൈബിലിറ്റിയുടെ വില കൂട്ടുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ.